ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയം അവസാനിക്കാനിരിക്കെ ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ്. 5 വർഷത്തിനകം വരാവുന്ന ഏത് ചോദ്യങ്ങൾക്കും മറുപടി നൽകാനാകും വിധമുള്ള രേഖകളെല്ലാം സ്ഥാപനങ്ങൾ സൂക്ഷിക്കണം. താൽക്കാലിക കണക്കുകൾ വെച്ച് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ച പലർക്കും നേരത്തെ പിഴ ലഭിച്ചതായും ഈ രംഗത്തുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നു. 2025 സാമ്പത്തിക വർഷത്തിലെ ഇൻകം ടാക്സ് റിട്ടേൺ അല്ലെങ്കിൽ സക്കാത്ത് റിട്ടേൺ സമർപ്പിക്കാനുള്ള സമയമാവുകയാണ്. റിട്ടേൺ ഫയൽ ചെയ്യേണ്ട അവസാന ദിവസം 2026 ഏപ്രിൽ 30 അവസാനിക്കും. അക്കൗണ്ട് രേഖകൾ സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും രേഖപ്പെടുത്തി വേണം സമർപ്പിക്കാൻ. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വൈകുന്നവർക്ക് വലിയ പിഴയാണ് ചുമത്തുന്നത്. കഴിഞ്ഞ വർഷം വൈകി ഫയൽ ചെയ്തവർക്കുള്ള പെനാൽറ്റി പലർക്കും വന്നിരുന്നെങ്കിലും ഇളവ് നൽകിയിരുന്നു. 5 വർഷത്തിനകം ഫയൽ ചെയ്ത അക്കൗണ്ട്സിനെക്കുറിച്ചുള്ള ഏതു വിശദീകരണവും അതോറിറ്റി ചോദിച്ചേക്കും. അത് കണക്കിലെടുത്ത് ബുക്സ് ഓഫ് അക്കൗണ്ട്സും അനുബന്ധ രേഖകളും സ്ഥാപനങ്ങൾ കൃത്യമായി സൂക്ഷിക്കണമെന്ന് ആക്യുറേറ്റ് ഗ്ലോബൽ സിഇഒ നൌഷാദ് മുഹമ്മദ് പറഞ്ഞു. ഫിനാൻഷ്യൽ ഇയർ 2025 ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട അവസാന ദിവസം 30 ഏപ്രിൽ 2026 ആണല്ലോ. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ അക്കൗണ്ട്സ് പ്രോപ്പർ ആൻഡ് ആക്യുറേറ്റ് ആയിരിക്കണമെന്നുള്ളതാണ്. 5 വർഷത്തിനിടെ എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഇൻകം ടാക്സ് നോട്ടീസുകൾക്ക് റിപ്ലൈ കൊടുക്കാൻ പാകത്തിൽ നമ്മുടെ അക്കൗണ്ട്സിൻ്റെ ബാക്കപ്പ് അല്ലെങ്കിൽ മിനിമം ആയിരക്കണക്കിന് പേജുകൾ വരുന്ന നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പിയെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓഡിറ്റ് പൂർത്തിയായ ശേഷം റിപ്പോർട്ടിൽ ഓഡിറ്ററുടെ റിമാർക്സ് പരിശോധിക്കണം. മതിയായ രേഖകളില്ലാതെയാണ് കണക്കുകൾ സമർപ്പിച്ചതെങ്കിൽ അതിൽ അക്കാര്യം രേഖപ്പെടുത്തും. ഇത് പിഴയ്ക്ക് കാരണമാകാറുണ്ട്. വാണിജ്യ മന്ത്രാലയത്തിന്റെ ഖവായിം പോർട്ടലിലാണ് ഓഡിറ്റ് റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടത്. വീഴ്ചകൾക്കുള്ള പിഴ കമ്പനികളുടെ മൂലധനത്തിനും മാനേജർമാരുടെ എണ്ണത്തിനുമനുസരിച്ച് വർദ്ധിക്കും. നമുക്ക് കിട്ടുന്നത് ഡിസ്ക്ലൈമർ ഓഡിറ്റ് റിപ്പോർട്ട് ആണെങ്കിൽ അതിൻ്റെ ആദ്യ പാരഗ്രാഫുകളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നമ്മളെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട രേഖകളോ ഡോക്യുമെൻറ്റുകളോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ഓഡിറ്റർ പ്രത്യേകം എഴുതുന്നുണ്ട്. ഇത് ഈയിടെയായി ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസുകൾ ലഭിച്ച പല ആളുകൾക്കും ഡിസ്ക്ലൈമർ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി ഫയൽ ചെയ്തവരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓഡിറ്റിലെ വിശദാംശങ്ങൾ ശ്രദ്ധിക്കുന്നത് ഭാവിയിൽ ഗുരുതരമായ ടാക്സ് ഇഷ്യൂസുകൾ ഒഴിവാക്കാൻ നമ്മെ സഹായിക്കും. രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് ഇൻകം ടാക്സ് അതോറിറ്റി നോട്ടീസ് ലഭിക്കുന്നവരിൽ അധികവും സമാന രീതിയിൽ സമർപ്പിച്ചവരാണ്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളിൽ സൂക്ഷ്മത വേണമെന്നും ആക്യുറേറ്റ് ഗ്ലോബൽ ഓർമ്മിപ്പിച്ചു. മീഡിയ 1 റിയാദ്.